ഹലോ വെൽക്കം ബാക്ക് ടു കുക്ക് വിത്ത് റിനി. ഇന്ന് നമ്മളൊരു സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ബർഫിയാണ്. 5 ചേരുവകൾ മാത്രമേ നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ. റവയാണ് മെയിനായിട്ടുള്ള ചേരുവ. അതുപോലെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. മാക്സിമം ഒരു അരമണിക്കൂറൊക്കെ മതി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ബർഫി സെറ്റ് ചെയ്യാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാൻ ഇതുപോലൊരു സ്റ്റീൽ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിൽ നന്നായിട്ട് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. റവയാണ് ഇതിനകത്തെ മെയിൻ ആയിട്ടുള്ള ചേരുവ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് റവ കുറച്ച് നെയ്യിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉരുക്കാത്ത നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റവ ചേർത്ത് കൊടുത്ത് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് റവ വെച്ചിട്ടാണ് ഈ ബർഫി തയ്യാറാക്കുന്നത്. ഈ റവ ഞാൻ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. ആ വലിയ തരികളൊന്ന് മാറാൻ മാത്രം. തീർത്തും ഫൈൻ പൗഡർ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതി. അതും അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലാതെ നമ്മുടെ റവ നേരിട്ട് ഇട്ട് ഫ്രൈ ചെയ്ത് എടുത്താലും മതി. അപ്പം ഞാൻ 1/2 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. റവ ചേർത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് നെയ്യ് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം 2 തവണയായിട്ട് 1/2 ടേബിൾ സ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ 2 ടേബിൾ സ്പൂൺ നെയ്യിലാണ് നമ്മൾ ഈ റവ വറുത്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നല്ലൊരു ഗോൾഡൻ കളറാണ് നമുക്ക് വേണ്ടുന്നത്. ഈ ഒരു നിറമാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പം ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പാനിലേക്ക് ഉടനെ തന്നെ മാറ്റാം. ഈ പാനിൽ തന്നെ വെച്ചേക്കരുത്. ആ പാനിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് റവ മൂത്തൊരു ബ്രൗൺ കളറായി പോകും. ഇനി അതേ പാനിലേക്ക് തന്നെ ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്താലും മതി. ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ പച്ചത്തേങ്ങ ചിരകിയതായതുകൊണ്ടാണ് ഒന്ന് ചൂടാക്കി നമ്മൾ സാധാരണ ഡെസിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തെടുക്കുവാണ്. അപ്പോൾ തേങ്ങ ഡെസിക്കേറ്റ് ചെയ്യാനൊക്കെ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും. ഒന്നെങ്കിൽ പാനിൽ ഇട്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഏകദേശം ഒരു 1-2 മിനിറ്റൊക്കെ ചൂടാക്കിയാൽ മതി. കളറ് മാറേണ്ട ആവശ്യമില്ല. ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മാത്രം മതി. അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ തേങ്ങയും വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതേ പാത്രത്തിലേക്ക് തന്നെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുവാണ്. അപ്പം നല്ല സ്വീറ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ കൂടുതൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെന്ന് പറയുമ്പം ഒരു മീഡിയം മധുരമായിരിക്കും നമ്മുടെ സ്വീറ്റിനുള്ളത്. ആ പഞ്ചസാരയിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് മെൽറ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിനും 1/2 ടീസ്പൂണിനും ഇടയ്ക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 ഏലക്ക നല്ല ഫൈനായിട്ട് പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടണമെങ്കിൽ ഒരല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്താലും മതി. ഇനി ഈ പഞ്ചസാരയൊക്കെ കുറച്ചൊന്ന് തിക്കായി വരുമ്പം, അതായത് ഏകദേശം ഒരു നൂൽപ്പരുവം ആയി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന റവയും തേങ്ങയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ പഞ്ചസാര ഒരുപാട് അങ്ങ് തിക്കാവാനായിട്ട് ഇരിക്കരുത്. അപ്പം നമുക്കത് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. അപ്പം കുറച്ചൊന്ന് തിക്കായി വരുമ്പോഴത്തേക്ക് തന്നെ റവ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തന്നെ നമ്മൾ ആ തേങ്ങയും ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ ചെറു തീയിലിട്ടിട്ട് വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കട്ടിയായിട്ട് വരും. പക്ഷേ നന്നായിട്ടൊരു കുക്കായി കിട്ടണമെന്നില്ല. അപ്പം ചെറു തീയിലിട്ടിട്ട് തന്നെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പല തവണയായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നെയ്യ് കൂടുന്തോറും നമ്മുടെ സ്വീറ്റിൻ്റെ ടേസ്റ്റും കൂടും. പക്ഷേ ഈ 2 ടേബിൾ സ്പൂൺ എന്നുള്ളത് അതിലൊരു കറക്റ്റ് മെഷർമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്.
അപ്പോൾ ഇപ്പം നോക്കിയാൽ അറിയാം റവയൊക്കെ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇതിന് കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് തുടങ്ങണം. ഇപ്പം നിങ്ങൾ ഈ കാണുന്നതിനകത്ത് ചെറുതായിട്ട് സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. പക്ഷെ ഇത്തിരി കൂടെ ഒന്ന് തിക്കായി വരണം. അതുപോലെ തന്നെ സൈഡിലൊക്കെ നെയ്യ് നന്നായിട്ട് തെളിഞ്ഞ് വരികയും വേണം. അപ്പം വീണ്ടും ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഇപ്പം ശ്രദ്ധിച്ചാൽ അറിയാം കുറച്ചുകൂടെ തിക്കായി വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരുണ്ട് കിട്ടുന്ന ഒരു പരുവമായിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്യൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം അത് ക്യാമറയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം ഇത് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ട പരുവമായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക. അതിലേക്ക് ഈ റവയുടെ കൂട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് പരുവാണ്. അപ്പം നമുക്കിത് ഇപ്പം ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ നെയ്മയം പുരട്ടി വെച്ചിരിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിലേക്കിത് മാറ്റാം. തീ ഓഫ് ചെയ്ത ഉടനെ തന്നെ ഈ പാനിലേക്ക് മാറ്റണം കേട്ടോ. അല്ലാതെ നമ്മൾ ആ പാനിൽ തന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കൂടുതൽ തിക്കായി പോകും. പെട്ടെന്ന് തന്നെ സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ റവ ബർഫി. അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ എല്ലായിടത്തേക്കും ഒന്ന് ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ട് മുകളിൽ ഒരല്പം നെയ്മയം പുരട്ടിയ ഒരു സ്പൂണും കൊണ്ട് ഒന്ന് ലെവലാക്കി ഒന്ന് സ്മൂത്താക്കി എടുക്കുക. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം പിസ്ത ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് ഒന്ന് വിതറി കൊടുത്ത് അതും ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ മുകളിലേക്കൊന്ന് വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 3-4 മിനിറ്റ്, അതായത് ഒരു വലിയ ചൂടൊന്നും മാറാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഒരു കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെറ്റായി കഴിയുമ്പം കട്ട് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആ ചെറിയ ചൂടോടെ തന്നെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സെറ്റായി കഴിയുമ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ അത് കുറച്ചൊന്ന് സെറ്റായിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നന്നായിട്ട് തണുത്തോട്ടെ. നമ്മുടെ ബർഫിയൊക്കെ ഇവിടെ നല്ലപോലെ തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മുറിച്ച്, അതായത് വരഞ്ഞ് വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് ഇത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ജസ്റ്റ് കത്തി വെച്ച് ഇതുപോലെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആൻഡ് ക്രഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ടേസ്റ്റും അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ദിവാലിയൊക്കെയാണ് വരുന്നത്. അപ്പം മധുരമൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നവർക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒന്നാണിത്. പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് താനും. ഞാനിപ്പം ഇവിടെ ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത് കൂടുതൽ തയ്യാറാക്കണമെങ്കിൽ ഈ അളവുകളൊക്കെ ഒന്നെങ്കിൽ ഡബിളോ ട്രിപ്പിളോ ഒക്കെ ആക്കിയാൽ മതി. ഞാൻ ഇതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജൊക്കെ ആയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.